അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൾഫിൽ ഒരുപാട് വർഷം ജോലി ചെയ്ത് അവസാനം ഗൾഫ് മടുത്ത് നാട്ടിൽ വന്നു. കുറച്ച് പ്രായവുമായി നാട്ടിൽ ഭാര്യയോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഹൈദർ അലി നാട്ടിലേക്ക് വരുന്നത്. ഹൈദർ അലിക്ക് ഏകദേശം 63 വർഷമാണ്. ഹൈദർ അലിയുടെ ഭാര്യ സൈനബാക്ക് 57 വർഷമാണ്. ഇവർക്ക് മക്കളില്ല. വലിയ സങ്കടമുണ്ട് മക്കളില്ലാത്തത്. ഹൈദർ അലിക്ക് ഒരു കുഞ്ഞുകാള് കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. അല്ലാഹുവിൻ്റെ വിധിയെന്ന് പറയാം, അവർക്ക് മക്കളുണ്ടായില്ല. താൻ ഒരുപാട് സമ്പാദിച്ച ആ പണം കൊണ്ട് ഒരു മനോഹരമായ വീട് പോലും അവർ നിർമ്മിച്ചില്ല. ഇപ്പോഴും വാടക വീട്ടിലാണ്. ഹൈദർ അലി സമ്പാദിച്ച ആ പണം നാട്ടിലേക്ക് ഭാര്യക്ക് അയച്ചു കൊടുക്കും. ഭാര്യക്ക് വല്ലാത്ത മോഹമാണ് സ്വർണത്തിനോട്. ഭാര്യ ഒരുപാട് സ്വർണങ്ങൾ ഇങ്ങനെ വാങ്ങി ശേഖരിക്കുന്ന ഒരു പതിവാണ്. ഭർത്താവിന് സന്തോഷം എഴുതാനും സ്വർണ്ണം ഉണ്ടെങ്കിൽ ജീവിതം മെച്ചപ്പെടുമല്ലോ എന്ന്. അവസാനം ഹൈദർ അലി തീരുമാനിച്ചു, ഇനി ഏതായാലും ഭാര്യയുടെ കയ്യിൽ ഒരുപാട് സ്വർണങ്ങളുണ്ട്, ആ സ്വർണങ്ങളൊക്കെ വിറ്റ് നല്ലൊരു വീട് പണിത് ഇനി ആഫിയത്തുള്ള കാലത്തോളം മരണം വരെ ഭാര്യയോടൊപ്പം സന്തോഷത്തിൽ നല്ലൊരു ജീവിതം നയിക്കണമെന്ന വലിയൊരു ആഗ്രഹത്തിലാണ് ഹൈദർ അലി നാട്ടിൽ വരുന്നത്. പക്ഷേ ഹൈദർ അലി വിചാരിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല. നാട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെ ചില സ്വഭാവങ്ങളും, നാട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭാര്യ ഒരുപാട് വിമർശനങ്ങളാണ്. വേണ്ട, കുറച്ചു കാലങ്ങൾ അവിടെ പിടിച്ചു നിൽക്കണമെന്നായിരുന്നു. അതൊന്നും കണക്കിലെടുക്കാൻ ഹൈദരലിയെ കൊണ്ട് സാധിച്ചില്ല. കാരണം ഹൈദർ അലി ഒരു രോഗിയാണ്, നാട്ടിൽ ഒരാൾ അത്യാവശ്യമാണ്. ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വാർത്താ മാധ്യമങ്ങൾ കേട്ടൊരു സംഭവമാണ്. ഈ ഒരു സംഭവം കോഴിക്കോടിൽ നടന്ന കുട്ടിക്കാട്ടൂരിൽ നടന്നൊരു സംഭവമാണ്. ഈ സംഭവം വീണ്ടും പറയാനുള്ള കാരണം, ഒരു മനുഷ്യൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കേസ് പ്രിയപ്പെട്ടവരെ നമ്മെ ഒരുപാട് നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹൈദർ അലി ഭാര്യയോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൈദർ അലി വാങ്ങിയ വാടക വീടിൻ്റെ തൊട്ടടുത്താണ് ആ വാടക വീടിൻ്റെ ഉടമസ്ഥൻ, ഇതിൻ്റെ ഓണറിൻ്റെ വീട്. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഹൈദർ അലി ഇറങ്ങി. ഹൈദർ അലി വീട്ടിലേക്ക് വേണ്ടിയുള്ള പച്ചക്കറി സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് പുറത്തു പോയത്. അങ്ങനെ പെട്ടെന്ന് പോയി സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട് അടച്ചിട്ടുണ്ട്, പൂട്ടിയിട്ടുണ്ട്. ഹൈദർ അലിക്ക് വല്ലാത്ത സംശയം. ഞാൻ പോകുന്ന സമയത്ത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഭാര്യ സൈനബ എവിടെ പോയി? അങ്ങനെ ചുറ്റുഭാഗത്തൊക്കെ സൈനബ എന്ന് വിളിച്ച് ഇങ്ങനെ തിരയാൻ തുടങ്ങി. എവിടെയും കാണുന്നില്ല. വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടുടമസ്ഥനാൻ്റെ വീട്ടിലേക്ക് പോയി സൈനബയെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, സൈനബ എവിടെ വന്നിട്ടില്ല, എവിടെയെങ്കിലും തൊട്ടടുത്തുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബ വീട്ടിലേക്കൊക്കെ അന്വേഷിച്ച് പലയിടങ്ങളിലും അന്വേഷിച്ച് എവിടെ പോയാലും ഭാര്യയെ കാണുന്നില്ല. അപ്പോഴാണ് ഈ മുഹമ്മദ്, ഈ വീടുടമസ്ഥൻ്റെ ഭാര്യ ഇങ്ങനെ വരുന്നത്. ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ പെട്ടെന്ന് ധൃതിയിൽ വീട് പൂട്ടി വീട്ടിൽ നിന്നിങ്ങനെ പുറത്തു പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു, ബാഗൊക്കെ ധരിച്ചിങ്ങനെ പോകുന്ന കാഴ്ച ഞാൻ കണ്ടു എന്ന്. അപ്പോൾ മുഹമ്മദ് അലി പറഞ്ഞു, നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുക, പെട്ടെന്ന് അവരന്വേഷിക്കും. അങ്ങനെ പെട്ടെന്ന് പോയി പരാതിപ്പെട്ടപ്പോൾ അവർ മൊബൈൽ ലൊക്കേഷനിലൂടെ സൈനബ എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ വീടിൻ്റെ കുറച്ച് അപ്പുറം, ഏകദേശം
കുറേ ദൂരമാണ്. ആ സ്ഥലത്താണ് ഈ സൈനബയുടെ മൊബൈൽ ലൊക്കേഷൻ പോലീസുകാർ കിട്ടുന്നത്. പെട്ടെന്ന് ആ സ്ഥലത്തിലേക്ക് പോയി. അവിടെ പോയപ്പോഴേക്ക് സൈനബ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. ശരീരത്തിൽ ഒരു ആഭരണ പോലുമില്ല, ഒന്നുമില്ല. ഹൈദരലി ഇത് കണ്ട് വല്ലാത്ത ഞെട്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ എന്തിനാണ് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരാൻ പോയ ആ ചെറിയ ഇടവേളയിൽ അവൾ പെട്ടെന്ന് എവിടേക്കാണ് പുറപ്പെട്ടു പോയത്? പലവിധ സംശയങ്ങളാണ്. ചിലപ്പോൾ ഭാര്യയുടെ സ്വർണങ്ങളൊക്കെ മോഷ്ടിച്ച് മോഷ്ടാക്കൾ കൊന്നുകളഞ്ഞതായിരിക്കാം. കൃത്യമായി ഇത് എന്താണെന്ന് അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. ഭർത്താവ് വല്ലാത്ത നൊമ്പരമാണ്. ശരീരത്തിലൊരു സ്വർണവും കാണുന്നില്ല. കാരണം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും സ്വർണം ധരിച്ചുകൊണ്ട് ഉറങ്ങുന്ന ഒരു സ്ത്രീയായിരുന്നു സൈനബ. അത്രത്തോളം സ്വർണത്തിനോട് വലിയ പൂതിയാണ്. 17 പവൻ സ്വർണം ശരീരത്തിലുണ്ടായിരുന്നു. കയ്യിൽ ഒരുപാട് പണങ്ങളുണ്ടായിരുന്നു. ഒന്നും കാണുന്നില്ല. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ പണം തലയിൽ വെച്ച് കിടന്നുറങ്ങുന്ന സ്ത്രീയാണ്. അങ്ങനെ കേസ് അന്വേഷണം തുടങ്ങി. അപ്പോഴാണ് ഈ കേസ് പിടികിട്ടുന്നത്. കുറേ പ്രാവശ്യം ഒരേ നമ്പറിൽ കൂടുതൽ പ്രാവശ്യം ഫോൺ പോയ ഒരു നമ്പർ പിടികിട്ടുന്നു. സമദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ഫോൺ കോൾ പോയിരിക്കുന്നത്. പെട്ടെന്ന് സമദിനെ പിടികൂടാനാണ് ശ്രമം നടത്തിയത്. സമദിനെ പിടികൂടുന്നതിന് മുമ്പ് തന്നെ സമദ് സ്റ്റേഷനിൽ പോയി അവിടെ ശരണായിരിക്കുകയാണ്. ഞാനാണ് കൊന്നത്, ഞാനാണ് കുറ്റവാളി എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്വേഷണം തുടങ്ങി. എന്തിനാണ് കൊന്നത്? സൈനബയെ നിനക്കെങ്ങനെയാണ് പരിചയം? കുടലൂറിലുള്ള ഈ മനുഷ്യനിക്ക് സൈനബയെ എങ്ങനെയാ പരിചയം? ഇങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഹൈദരലി ഞെട്ടുന്നത്. എൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നോ എന്ന് അത്ഭുതപ്പെടുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് സൈനബയെ പരിചയപ്പെടുന്നത്. സൈനബക്ക് ആഡംബരമായി ഇങ്ങനെ സുഖിച്ച് രസിച്ച് ജീവിക്കണം. സമദിനും അങ്ങനെ ഇങ്ങനെ ആഹ്ലാദിച്ച് ജീവിക്കണം. അതിന് പണം വേണം. അപ്പോൾ പണം പല രീതിയിലാണ് ഈ സമദ് ഉണ്ടാക്കുന്നത്. പല മോശത്തരമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. അതിന് സൈനബ കൂട്ടുകെട്ടും. അങ്ങനെ സൈനബ ഫോൺ വിളിച്ച് പറഞ്ഞ്, ഭർത്താവ് നാട്ടിൽ വന്നിട്ടുണ്ട്, ജോലിയൊന്നുമില്ല, എൻ്റെ ജീവിതം കഷ്ടപ്പാടാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമദിന് മനസ്സിലായി, ഇനി സൈനബയെ കൂടെ നിന്നാൽ ഒരു കാര്യമുണ്ടാവില്ല. കാരണം ഒന്നും കിട്ടൂലല്ലോ. ഭർത്താവ് നാട്ടിൽ വന്നാൽ ആകെ പ്രശ്നമാണ്. അപ്പോഴാണ് തൻ്റെ സുഹൃത്തായ സുലൈമാനെ വിളിക്കുന്നത്. സുലൈമാനോട് പറയുന്നു. സുലൈമാനും അതേ ജീവിതമാണ്. ആഡംബരമായി ഇങ്ങനെ ജീവിക്കണം, സുഖിച്ച് ജീവിക്കണം, അതിനുവേണ്ടി പണം വേണം. അപ്പോഴാണ് സുലൈമാനോട് പറയുന്നത്, നമുക്ക് പണമുണ്ടാക്കുന്ന ഒരു വകുപ്പുണ്ട്, നീ കാറെടുത്ത് ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഈ സമദ് സൈനബ വിളിക്കുന്നത്. ഒരു രാത്രി ഒരു മണിക്കൂറും വലിയൊരു കോടീശ്വരനാണ്. അവന് വേണ്ടി തൻ്റെ ശരീരം കൊടുത്താൽ ഒരു മണിക്കൂറിന് 10,000 രൂപ കിട്ടുമെന്ന്. അപ്പോൾ പച്ചക്കറിക്ക് പോയ ഭർത്താവ് പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് തൻ്റെ ശരീരം പങ്കിട്ട് ആ 10,000 കയ്യിലാക്കി പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയാണ് സൈനബ പോയത്. പക്ഷെ ഇവർ സൈനബയെ വിളിത്തിയതോ അവളെ കഴുത്തിനും ശരീരത്തുള്ള സ്വർണം മോഷ്ടിച്ച് കയ്യിലുള്ള പണവും മോഷ്ടിച്ച് അത് ഓഹരി വെക്കാനുള്ള പ്ലാനാണ് ഇവർ ചെയ്തത്. അങ്ങനെ സൈനബ പെട്ടെന്ന് ധൃതിയിൽ വന്നു. അവരെ നേരെ സമദിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. സമദിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു അത്ഭുതമാണ് നടന്നത്. സമദിൻ്റെ ഭാര്യയും മക്കള് ഭാര്യയുടെ വീട്ടിലേക്ക് പോയവർ എന്തോ കാരണം പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിരുന്നു. ഇത് കണ്ട് ഞെട്ടിയ സമദ് പെട്ടെന്ന് വീട്ടിലേക്ക് വെള്ളം കുടിക്കുന്ന രീതിയിൽ പോയി വെള്ളം കുടിച്ച് തൻ്റെ മൊബൈൽ അവിടെ തന്നെ വെച്ച് വന്നതാണ്. കാരണം പോലീസുകാർ അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് എന്ന് പോലീസുകാർ വിചാരിക്കട്ടെ എന്ന രീതിയിൽ.
അങ്ങനെ അവർ കാറിൽ കയറി. പിന്നെ എവിടെയാണ് ഈ സൈനബയെ കൊണ്ടുപോകുക? സൈനബക്കാകട്ടെ ഭർത്താവ് വരുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും വേണം. സൈനബ് വല്ലാണ്ട് ചൂടാവാൻ തുടങ്ങി. 1 മണിക്കൂറിൽ തിരിച്ചു വിടാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞ്, എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, എന്നെ ഏതായാലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ബഹളമുണ്ടാക്കും. ഇത് കേൾക്കുമ്പോൾ സമദിനും സുലൈമാനും മനസ്സിലായി ഇത് അപകടമാണ്. ബഹളം വെച്ചാൽ ആകെ പ്രശ്നമാവും. അവർ പെട്ടെന്ന് സൈനബയുടെ കഴുത്തിലിരുന്ന ഷാലെടുത്ത് സൈനബയെ അവിടെ തന്നെ മുറുക്കി സൈനബയെ അവരവസാനിപ്പിക്കുകയും ജീവൻ എടുക്കുകയാണ്. അവസാനം അവർക്കുള്ള പണവും സ്വർണവും എല്ലാം നാം പറഞ്ഞതുപോലെ ഓഹരി വെക്കാമെന്ന് സുലൈമാൻ പറഞ്ഞു. അപ്പോഴാണ് സമദ് പറഞ്ഞത്, നമുക്ക് ഏതെങ്കിലും ലോഡ്ജ് എടുത്ത് അവിടെ സാവധാനത്തിൽ ഇത് ഓഹരി വെക്കാം. എങ്ങനെ അവർ പെട്ടെന്ന് മുഖം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരു ലോഡ്ജ് എടുത്ത് അവിടെ ഈ സ്വർണവും ആഭരണം എല്ലാം ഓഹരി വെക്കാനായിപ്പോയി. ഓഹരി വെക്കാൻ പോകുന്ന സമയത്ത് അപ്പോഴാണ് കതക് മുട്ടുന്നത്. അപ്പോഴാണ് ഈ സുലൈമാൻ്റെ ചില ആളുകൾ വന്നിട്ട് അത് മൊത്തം സമദിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്നത്. ഇത് സമദിന് വല്ലാത്ത സങ്കടമുണ്ടാക്കി. കാരണം തൻ്റെ സ്വർണവും പോയി, തൻ്റെ എല്ലാം നഷ്ടപ്പെട്ട്, അതോടൊപ്പം ഞാനൊരു കൊലപാതകവുമായി, ഇത് ഏതായാലും എന്നെ പിടിക്കപ്പെടുമെന്ന് സമദിന് ഉറപ്പായി. അപ്പോഴാണ് സമദ് നേരെ പോലീസുകാരോട് താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെ വ്യക്തമായി പറയുകയും, എന്നെ വഞ്ചിച്ച് സുലൈമാൻ സുഖിച്ച് ജീവിക്കേണ്ട, സുലൈമാനും പിടിക്കപ്പെടണം എന്ന രീതിയിൽ നേരെ പോയി സുലൈമാൻ്റെ പേരും അവിടെ പോലീസുകാരോട് പറയുകയും അങ്ങനെ ആ കുറ്റവാളികളെല്ലാം പിടിക്കപ്പെട്ടു. ഇവിടെ നോക്കൂ, തെറ്റ് ചെയ്ത് ഇങ്ങനെ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാം, സുഖകരമായി ജീവിക്കാമെന്നാണ് ഇവർക്ക് കരുതിയത്. ഈ 3 പേർക്ക് അള്ളാഹു കൊടുക്കേണ്ട ശിക്ഷ കൊടുത്ത്. പണത്തിനുള്ള അത്യാഗ്രഹം കൊണ്ട് എന്തിനും തയ്യാറായ സൈനബക്ക് കിട്ടേണ്ടത് കൃത്യമായി കിട്ടി. സ്വന്തം പണത്തിന് വേണ്ടി കൂടെ നിന്ന സൈനബയെ കൊന്നുകളഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കാമെന്ന് സമദ് വിചാരിച്ചു. സമദിനും കിട്ടി. അതാണ് ഈ തെറ്റുകളെ ഇങ്ങനെ ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കാമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഇതൊക്കെ അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട്. അതിൻ്റെ ശിക്ഷയൊക്കെ ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു സംഭവത്തിൽ നോക്ക്, ഭർത്താവിനെ വഞ്ചിച്ച് സുഖകരമായി ജീവിക്കാമെന്ന സൈനബയുടെ വിചാരം. പക്ഷേ അത് നടന്നില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല കൊടുക്കേണ്ടത് കൊടുത്ത്. നമ്മുടെ പ്രിയപ്പെട്ട വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, സഹോദരന്മാരൊക്കെ, നാം നമ്മുടെ ഭാര്യമാരെ അതിരിട്ടങ്ങ് വിശ്വസിക്കരുത്. ഒരു കണ്ണെപ്പോഴും നമ്മുടെ വീട്ടിൽ വേണം. കാരണം ഹൈദരലിക്ക് ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവൻ തുല്യമായിരുന്നു. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ട് ഭാരതി ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമെന്ന്. കാരണം താൻ അയച്ചു കൊടുക്കുന്ന എല്ലാം പണം കൊണ്ട് സ്വർണം മേടിച്ച് തൻ്റെ ജീവിതം സ്വർണമാക്കുകയാണെന്ന ഹൈദരലി വിചാരിച്ചത്. പക്ഷേ അങ്ങനെയായിരുന്നില്ല. ആ പച്ചപാവം ഇതൊന്നും അറിഞ്ഞില്ല. തൻ്റെ അവസാനം പ്രായം എത്തുമ്പോഴേക്കാണ് തൻ്റെ ഭാര്യയുടെ ഈ കള്ളക്കളികളൊക്കെ അറിയുന്നത്. അതുവരേക്കും ഭാര്യ ചെയ്യുന്ന ഈ ദുഷ്ചെയ്തികളൊന്നും ഈ പാവപ്പെട്ട ഹൈദറിന് അറിഞ്ഞില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാർ വിചാരിക്കുന്ന നാം സുഖകരമായി ജീവിക്കുമെന്ന്. ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട്. അള്ളാഹു അതിൻ്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ ഫളീഹത്താക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് പദ്ധതി കിട്ടിയ ഒരുപാട് ആളുകൾ, അവരെ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇസ്സത്തോടുകൂടിയ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.